ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ കളിക്കാൻ പോകുന്ന വൈസ് സിറ്റിയാണ്. അപ്പം ഗെയിം ലോഡായിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ വൈസ് സിറ്റിയിലെ റോഡിലൂടെ നടക്കുന്നു. ഇതെന്താ അത്? എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ എന്താ രസം എന്ന് നോക്കിയേ. തെങ്ങ്, കടൽ, ഈ നിയോൺ ലൈറ്റ്സ്, ഓഹോ, ഭയങ്കര നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് പോലുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ മിഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോലീസ് ജീപ്പ് തപ്പി ഇറങ്ങും. നമുക്ക് പോലീസ് ജീപ്പിൽ നമുക്കൊരു വിജിലാൻറ്റി മിഷൻ കളിച്ച് നോക്കാം. തൽക്കാലം നമുക്ക് ഈ ടാക്സിയിൽ നമുക്ക് ചുറ്റിക്കറങ്ങി ഒരു പോലീസ് വണ്ടി കിട്ടുമെന്ന് നമുക്കൊന്ന് തപ്പി നോക്കാം. റോഡിലൂടെ പോലീസുകാർ ഇപ്പം നമുക്കിപ്പോൾ വേണ്ട, കാരണം നമ്മളിപ്പോൾ നന്മപരമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ലീഗലായിട്ട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കാം. ഈ പാലം കയറി ഇറങ്ങി അപ്പുറത്ത് ചെന്നിറങ്ങുമ്പോഴത്തേക്ക് എവിടെയോ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് അവിടെ ഏതായാലും ഒന്ന് പോയി നോക്കാം. ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റ് എടുത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ്ടാണ്, കുറച്ച് നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, അത് കാരണം ഓർക്കുന്നില്ല, മറന്നുപോയി. ഏതായാലും പോയി നോക്കാം. ഇത്രയും എൻ്റെ പൊന്നു ചേട്ടാ, നേരെ നോക്കിയൊക്കെ വണ്ടി ഓടിക്കും. ഇത്രയും വരൊന്നും വരണ്ടല്ലോ. ഇവിടല്ല തിരിച്ചു പോകണം. ഇവിടല്ല, ബാക്കിലാണ്. അതന്നെ അവിടെ തന്നെ കിട്ടിപ്പോയി ഗൈസ്. ഇതിവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നോക്കട്ടെ, ഇതേ അവിടെ ഒരു ഗ്രേഡ് കൂടിയൊരു പോലീസുകാർ. പക്ഷെ അത് വേണ്ട, അത് പോലീസ് വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവറൊക്കെ വേണ്ടേ, പോലീസ് എന്നൊക്കെ എഴുതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വിജിലാൻറ്റി മിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതെവിടെയാണിത്? അപ്പം അങ്ങോട്ട് പോയി നോക്കാം. ഓ മൈ ഗോഡ്, 2 മിനിറ്റ് ഉള്ളൂ. അതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് ചെല്ലണം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ പൊതുപ്രവർത്തനമായിട്ടുള്ള കാര്യം. നമ്മളിപ്പം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം അവനെ കണ്ടെത്തണം, എന്നിട്ട് നമുക്ക് അവനെ തൂക്കണം. ഈ വണ്ടി കൊള്ളാം കേട്ടോ. ഇത് ആക്ച്വലി പോലീസ് വണ്ടി, ഭയങ്കര സ്പീഡും ഉണ്ട്, അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും ഉണ്ട്. അവൻ ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുവാണെന്ന് തോന്നുന്നു. പുള്ളി എന്തോ സ്മഗ്ലിംഗ് ആണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ എയർപോർട്ടിലൊന്നും വരേണ്ട കാര്യമില്ലല്ലോ. കിട്ടി. സ്പീഡിങ് ചെയ്യുവാണല്ലോ. ഇവിടെ വന്നാലുള്ള പ്രശ്നം ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന്മാരിത് എങ്ങോട്ടാണ് തിരിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവന്മാർ ഏത് ഡയറക്ഷനിലോട്ടാണ് മാക്സിമം തിരിക്കുന്നതെന്ന്. ഇവിടെ കുറച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ച് പാടാം. പോയോ? വേണ്ട, ഇടിക്കി. ഇത് ഞാനാണല്ലോ. വെള്ളത്തിലൊന്നും ചെന്ന് വീഴല്ലേ. പിടിക്കുക. ഈ സമയമില്ല. 40 സെക്കൻഡല്ലേ ഉള്ളൂ. പിടിക്ക്. അയ്യോ, ഇത് ചേച്ചിയാണല്ലോ. ചേച്ചി നിൽക്കവിടെ. 27. അയ്യോ, ഇപ്പം തീരും. ആദ്യത്തെ മിഷൻ തന്നെ ഫെയിലാക്കി തരുമോ? എന്നാലും കുഴപ്പമില്ല. 16, 15. അയ്യോ, കിട്ടത്തില്ല കേട്ടോ. അയ്യോ, പോയി. ടൈമർ ക്ലിക്കിങ് സൗണ്ട് വരെ വന്നു. ഇല്ല, അപ്പോൾ ഇത് കിട്ടത്തില്ല. ഈ തോൽവി ഞാൻ വിജയത്തിലേക്കുള്ള ചവിട്ടുപിടി കഴിയാൻ കൂട്ടുക. അടുത്തതിന് ഏതായാലും നമ്മൾ പിടിക്കും. അപ്പോൾ ഗൈസ്, ഇതാരും ഒന്നും വിചാരിക്കരുത്. ഇത് നമ്മുടെ ഒരു ട്രയലായിരുന്നു. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത്.
ഇല്ല ഗൈസ്, തളരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് തുടങ്ങുവാണ്, വീണ്ടും കളിക്കും. ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം ഇച്ചിരി വാശിയോടെ തന്നെ നമ്മൾ കളിക്കാൻ പോവുക. മിനിമം ഒരു 10 പേരെയെങ്കിലും പിടിച്ചിട്ട് നമുക്ക് ഇനി ഉറക്കമുള്ളൂ. ഇവിടെ ഒരു ലോഡ് ശവം വീഴും പിടിക്കാനെ. ഇവിടെ പോവാണ് ചേട്ടാ. ശരി, ഇവനൊക്കെ ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഒടുക്കത്തെ സ്പീഡ്. നമ്മളെങ്ങാണ് ഈ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് ഓടിച്ചു കഴിഞ്ഞാണല്ലോ, ഇതൊക്കെ ഇത്ര ഫാസ്റ്റ് പോയിട്ടില്ല. ഇത് നേരെ പോലും നിൽക്കത്തില്ല. ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ റോൾ ചെയ്ത് ഒരു 5-6 കരണവും മറിഞ്ഞ് അവിടെ കിടക്കും. ഒരെണ്ണം ഗൈസ്, നമ്മളെ ഫസ്റ്റ് കില്ല് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇനിയും വേണ്ട ആരെയാണ് അടിക്കാൻ പോകുന്നത്? അടുത്ത ടീം ഇത് എവിടെ നിൽക്കുന്നത്? പക്ഷെ എൻ്റെ പൊന്നെ, ചേച്ചിയുടെ കരച്ചിലൊരു രക്ഷയില്ലല്ലോ. ആ ചേച്ചി എന്താ അങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കിയേ? ചേച്ചി വണ്ടി തന്നെയല്ലേ തട്ടിയേ? ജസ്റ്റ് വൈസിറ്റി തിങ്സ്. വേണ്ട, കൃത്യനിർവഹണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ ഇവനൊക്കെ ഇത് എവിടെയാണ് പോയി കിടക്കുന്നത്? അതിൻ്റെയൊക്കെ അമ്മച്ചി എന്തുകൊണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ലാവിഷ് ടൈം ഉണ്ട്, അത് കാരണം നമുക്ക് സീനില്ല. അവൻ ഇതിൻ്റെ അടിയിൽ കൂടെയുള്ള റോഡിൽ കൂടെ നിന്നാണ് പോകുന്നത്. വേണ്ട, അവൻ അപ്പുറത്തോടെ പോയി നോക്കാം. സർപ്രൈസ്, ഒരു സിനിമ സ്റ്റൈൽ വരെ വരുന്നത്. നിക്കവിടെ. എൻ്റെ പൊന്നെ, ഇതെങ്ങോട്ടായി ഓടുന്നത്? അവിടെ നിൽക്ക്. അവൻ അതിൻ്റെ പുറകെ ഓടും. പുറത്തിറങ്ങിയിട്ടുണ്ട്. അയ്യോ, കാറും പോയി. എങ്ങനെ വേറെ എവിടെ നിന്ന് കിട്ടും കാറ്? അവിടെ നിൽക്കട്ടെ, അതിന് തീർക്കാം. ചേട്ടാ, ഇവൻ എന്നെ എന്തിനാണ് ഇരിക്കുന്നത്? സെക്യൂരിറ്റി വന്നിട്ട് എന്തിനാ എന്നെ ഇവിടെ വെക്കുന്നേ? എന്നെ അല്ലടാ, അവളെ എത്തണ വേണം. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നത്? നിന്നെ ഒന്നും ഒരു കഴിവില്ലാത്തോണ്ടാടാ എനിക്കൊക്കെ ഈ കള്ളക്കടത്തും കൊലപാതകവും ഒക്കെ മാറ്റി വെച്ച് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാൻ ഞാൻ ഇവിടെ നിൽക്കേണ്ടത്. വരട്ടെ, വണ്ടി വരട്ടെ. അപ്പം ആക്ച്വലി 3 കില്ല് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനിയും ഈ 3 കില്ല് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആ വണ്ടിയും പോയി. പക്ഷെ വണ്ടികൾക്ക് നമുക്ക് പഞ്ഞമില്ല, വണ്ടി ഇനിയും വരും. ആക്ച്വലി 2 സ്റ്റാർ കിടക്കുന്നുണ്ട് വണ്ടിയൊക്കെ, ഇനി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വിജിലാൻറ്റി മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവന്മാർ നമ്മളെ വന്ന് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വണ്ടിയിലിപ്പോൾ നമ്മൾ കയറാൻ പോകുവാണെങ്കിൽ ഇവന്മാർ നേരെ വന്ന് ഡോറൊന്ന് പെട്ടെന്ന് തുറക്കുന്നതായിട്ട് കാണും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഈ ഒരു മിഷൻ കളിക്കുമ്പോഴത്തേക്കും ഇവന്മാർ സൈഡിൽ വന്ന് ഇരുന്നിട്ട് തോക്കൊണ്ട് വെടിവെക്കാൻ നോക്കത്തേ ഉള്ളൂ. അപ്പം അതൊരു ചെറിയൊരു വൈസിറ്റി തിങ് ആണ്.
പുള്ളി സമ്മതിച്ചില്ല, പുള്ളി അങ്ങ് പോയി. ഈ ഒരു സിനാരിയോ ഞാൻ പറഞ്ഞത് കണ്ടോ? ഇയാള് ഭയങ്കര പാടാണല്ലോ, ഇയാളെന്താ നിൽക്കാത്തത്? കൊള്ളാം. അമ്മാവൻ പുളി, അമ്മാവൻ നമ്മളെ ഇടിക്കാനായിട്ടാണ്. അമ്മാവൻ മടിയായില്ലേ? അത്ര ഒരു ബോംബ് ബ്ലാസ്റ്റ് പോലെ സംഭവം നടന്നിട്ടും അമ്മാവൻ മടിയായില്ല. ദേ പോന്നു, വേറെ വണ്ടി കയറി പോന്നു. ഈ ഷേടാ, ഇയാളെ കൊണ്ട് തോറ്റല്ലോ. ബിഗ് ബാങ് ചീറ്റടിക്കാനായിട്ട് നല്ല ആഗ്രഹം തോന്നുന്നു, പക്ഷെ ഇല്ല, നമ്മൾ ചീറ്റ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒറ്റ ധാരണയിൽ നമ്മൾ അയാളുടെ പുറകെ പിന്തുടരുകയാണ് ഗൈസ്. അയാൾ പുറത്തിറങ്ങി. ഇനി അയാളെ അടിക്കാം. തൂക്കി 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 തൂക്കി. ജയിച്ചു. 4 കില്ല്. അടുത്തതിന് പോകുന്നു ഗൈസ്. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വ്ളോഗാണ്. എനിക്ക് നല്ല എന്തോ പറ്റിയൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്, കാരണം എൻ്റെ വോയിസ് എനിക്ക് തന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ ഇട്ടിട്ട് ഒരിച്ചിരി വെച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഭയങ്കര ഓക്വേർഡായിട്ടൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാർട്ടിങ് ആണ്, ബെറ്ററായി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ ഒരു ചമ്പൽ മാറാനായിട്ടെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ ഞാൻ പോസ്റ്റ് ചെയ്യുക. ബ്രഹ്മം വെറുതെ നടന്നു പോകുന്നു. ഇയാളെ ഒന്ന് കൊന്നല്ലേ? ബഗ്ഗാണോ? അത് 2 പേരുണ്ടായിരുന്നു. $450 അവന് വേണ്ടി 6 കില്ല് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ നേരെ പോകുന്നു, ഇനി അടുത്ത കില്ലിന് വേണ്ടിയിട്ട് പോകുന്നു. അത് ഒരു 4 പേര് അതിൻ്റെ അകത്തുണ്ട്. അവന്മാരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 പേര് തീർന്നു. ഷടാ, വണ്ടിയെല്ലാം പോയോ? ഗൈസ്, ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചീറ്റ് യൂസ് ചെയ്യുകയാണ്. എനിക്ക് ഹെൽത്ത് ചീറ്റ് മാത്രം മതി, വേറെ ഒരുത്തന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഹെൽത്ത് ചീറ്റിൻ്റെ ചെറിയൊരു ആവശ്യം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഹെൽത്ത് ചീറ്റ് എടുത്ത്. കണ്ടോ, ഇപ്പം ഞാൻ താഴെ വീണ്ടും പോലീസിന് എന്നെ വന്ന് അറസ്റ്റ് ചെയ്യാറ്, പക്ഷെ അവർ അറസ്റ്റ് ചെയ്തില്ല. കാരണം ഓൾറെഡി ഇപ്പം നമ്മൾ മിഷൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു പൊതു സേവനമാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പം അതുകൊണ്ട് കൂടെ ഒക്കെ ആയിരിക്കാം. ഇവിടം വരെ എത്തിയോ? അയ്യോ, 1:50 സെക്കൻഡ്. ഗൈസ്, ഇങ്ങോട്ടാണ് പോകുന്നത്. അല്ല, ഇത് ശ്രദ്ധിച്ചോ? നമ്മൾ എവിടെ നിന്നാണോ അത് തന്നെ, നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ നിർത്തിയത്, നമ്മൾ കണ്ട അവിടെ തന്നെ അങ്ങോട്ട് ചെല്ലുവാണ്. നമ്മൾ എവിടെയാണോ തുടങ്ങിയത് നമ്മൾ കണ്ട അവിടെ തന്നെ വീണ്ടും ചെല്ലുവാണ്. നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു, നേരെ അവിടെ തന്നെ. അതെ, അവിടെ തന്നെ എത്തി. വാട്ട് എ കോയിൻസിഡൻസ്. 2, 8, 9. ഇനി ഒരുത്തനും കൂടെ ഉണ്ട്. എവിടെയേ? പുറത്തിറങ്ങി അവന്മാരെന്നെ വെടിവെച്ചു കൊല്ലും. അത് പൂട്ടിയിരിക്കുകയാണോ? അപ്പുറത്തോളം കിടപ്പുണ്ട്, അത് പോയി നോക്ക്. എടാ, അപ്പുറത്ത് പോയി നോക്കാം. ഓക്കെ,
എവിടെ? ഓ അവന് അവിടെയാണോ? ഓ ഇതൊരു രക്ഷയില്ലല്ലോ, പരക്കം പാച്ചിലാണോ? ഇവൻ്റെയൊക്കെ വായി കയറിയിരുന്ന് വെടിവെച്ചാലേ ഇവനൊക്കെ ചാവത്തുള്ളൂ. ഓട് ഓട് ഓട്. ഉഫ് ഡോഡ്ജ്. എടാ നിക്കടാ അവിടെ, ഒരിടെ തടങ്ങി ഒതുങ്ങി നിക്കടാ. എങ്ങോട്ടാണ് ഓടുന്നത്? ഒന്ന് തീർത്തോട്ടെ. അതേ ഓടും. ആ കിട്ടി. യെസ് ഗായ്സ്, അപ്പം 10 കില്ല് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മിഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, 10 കില്ലായിരുന്നു. അപ്പോൾ ഇതോടെ കൂടെ നമുക്ക് ആ വിജിലാൻറ്റി മിഷൻ അങ്ങ് പയ്യെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 2 വണ്ടി വേണ്ട, അത് നമുക്കുള്ളതല്ല. വിജിലാൻറ്റി മിഷൻ നമ്മളിപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. പോലീസിൻ്റെ കയ്യിൽ നിന്ന് അയ്യോ അപ്പം ഈ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മളിപ്പം പയ്യെ ഇവിടെ എവിടെയോ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ പുറകിൽ. സ്ഥലമൊക്കെ മറന്നു പോയല്ലോ. ആ മാലിബു ക്ലബിൻ്റെ പുറകിൽ ഒരെണ്ണമുണ്ട്, അതറിയാം. ചേടാ ഇവന്മാരൊന്ന് പോകാൻ സമ്മതിക്കണ്ടേ? എടാ ഒന്ന് പൊക്കോട്ടടേ. മോനെ നേരെ പോവുന്നുണ്ട്. എവിടെ മാലിബു ക്ലബ് അവിടെ? ഓ അതൊക്കെ തുരന്ന് ഭൂമിക്ക് അടിയിലോട്ട് പോവുകയാണോ? ആ ഇതിൻ്റെ പുറകിൽ ആ ബുഷിൻ്റെ അവിടെ കണ്ടിടണമുണ്ട്. ഓ എടാ ഒന്ന് സഹായിക്കണം, ഞാൻ ഒന്ന് പോയി എടുത്തോട്ടറാ. ഒരു സ്റ്റാറിൽ നിന്ന് റിലാക്സേഷൻ കിട്ടി. ഇനിയിപ്പം വലിയ സീൻ കാണത്തില്ല. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഇല്ല ഗായ്സ്, ഞാൻ ചീറ്റ് ഉപയോഗിക്കത്തില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചീറ്റ് ഉപയോഗിക്കാനായിട്ടുള്ള പ്രേരണ വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഞാൻ ചീറ്റ് ഉപയോഗിക്കുന്നില്ല. തൽക്കാലം വണ്ടി മാറ്റിയിട്ട് നമുക്ക് ഏതെങ്കിലും പെയിൻറ്റ് ഷോപ്പിൽ ചെന്നിട്ട് അതെന്തോ വരുന്നത് ഗായ്സ്, നിങ്ങളത് കണ്ടോ? ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇറങ്ങി വരുന്നത്. ഏതെങ്കിലും ഇവിടെ ഉണ്ടാവും പെയിൻറ്റ് ഷോപ്പ് ഉണ്ടല്ലോ. തൽക്കാലത്തേക്ക് ആ വണ്ടി പോയി എടുക്കാം, നോക്കാം. ചേട്ടാ ഒന്ന് മാറിയോ, അമ്മച്ചി അനുഗ്രഹിക്കണം. അമ്മച്ചിയെ ഞാൻ കൊണ്ടുപോകുന്നു ഗൈസ്. ഓ അമ്മച്ചിക്ക് നല്ലൊരു ജീവിതം വേണ്ട. അപ്പോൾ ആ മിഷൻ ജയിച്ച് സന്തോഷത്തിൽ ഞാൻ ഈ അപ്പാർട്ട്മെന്റ് അങ്ങ് മേടിച്ചേക്കാം. ഇപ്പം ഗൈസ് ഇത് ഇന്നത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.